വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫമ്മൽ മമ്മീസ് സ്വാഗതം. അപ്പോൾ ഇന്നാണ് ഈദ്. അപ്പോൾ ഇത് ഈദ് വ്ളോഗാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇത് അയിമയുടെ ഫസ്റ്റ് ഈദാണ്. ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ഫൈമ ബാബാ സൂട്ട്. ഡ്രസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ രണ്ടാളും മാച്ചിങ് ആണ്. ഞങ്ങൾ അവിടെ നിന്ന് എടുത്തതാണ്. എവിടുന്ന്? ഖത്തറിൽ നിന്ന് എടുത്തിട്ട് ഇവൾക്ക് കൊണ്ടുപോകും. ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാച്ചിങ്. ഡ്രസ് അടിപൊളിയായിട്ട് കേട്ടോ. എന്താണ് ഇതൊക്കെ ഒരു പരിപാടി? പരിപാടി എന്താണ്? പേരെന്താ? ഉറക്കനെ പറ. ആ എന്തായിരുന്നു ഫുഡൊക്കെ? മട്ടൻ കാല്, പിന്നെ ഉച്ചയ്ക്ക് ഒരു ഹാഫ് കോട്ട് മന്തി. അടിച്ചു പൊളിച്ച്. മെഹന്തി ഇട്ടില്ലേ? ഇത് മാച്ച്. വാവ്, സൂപ്പർ. അപ്പോൾ നമുക്ക് ഇനി ജബൽ ജേസി പോയിട്ട് കാണാം. റെഡി? വാവ്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ജബൽ ജേസിക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റാസൽ കൈമയിലെത്തി. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവിടെ റെഡ് സാൻഡാണ്. ഇവിടെ എല്ലാ അറേബ്യൻ കൺട്രിയിലും റെഡ് സാൻഡാണ്. പക്ഷേ ഖത്തറിൽ മാത്രമാണ് ഡെസേർട്ടിൽ വൈറ്റ് സാൻഡ് ഉള്ളത്. അപ്പോൾ അത് ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ നല്ല മലകളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 1.5 മണിക്കൂർ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഉറക്കും എല്ലാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് സൺസെറ്റൊക്കെ വന്ന് മല ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അല്ല, ഞങ്ങളിപ്പോഴും മലയുടെ താഴത്തായിരുന്നു. ഞങ്ങളിത് കയറാൻ പോവാണ്. ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ മലയുടെ മുകളിൽ കയറിയിട്ട് സൺസെറ്റ് കാണാനായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇതാണ് അവിടുത്തെ ഒരു ജിന്നുള്ള വീടെന്ന് പറയുന്നത്. റാസൽ കൈമത്തെ ജിന്നുള്ള വീടെന്ന് പറയും. അത് കറക്റ്റ് ഹിസ്റ്ററി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നിർത്തിയിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പോയിട്ടാണ് ഫോട്ടോ എടുത്തത് കേട്ടോ. ബിക്കോസ് ഇവിടെ അലൗഡ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ മുന്നേക്ക് പോയി. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ഇവിടെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് സെറ്റായിട്ടിരിക്കാം. അല്ലെങ്കിൽ ചായ പുറത്തുനിന്ന് കുടിക്കുമ്പോൾ വേറെ ഒരു ഫീലാണല്ലേ. അപ്പോൾ അത് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 8 സമയമായിട്ടോ. മല കയറുന്നത് തോന്നുന്നില്ല, കാരണം അവർ മാക്സിമം ഒരു ഫ്ലാറ്റ് ഏരിയ പോലെയാണ് ആക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആക്ച്വലി മല കയറുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഫ്ലാറ്റ് പോലെ ആണെങ്കിൽ റോഡ് ഫ്ലാറ്റാണെന്ന് തോന്നും, പക്ഷേ ഫ്ലാറ്റിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ നല്ല ഡാർക്കായിട്ടോ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു സ്റ്റാർസൊക്കെ കാണാൻ. അപ്പോൾ ഇത് വേറൊരു സ്ഥലമാണ്. ഇത് എൻ്റെ ഉപ്പാൻ്റെ ദുബൈയിൽ തന്നെ അവീൽ മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ സിൽമാണ് വിചാരിച്ചിട്ട് ഡ്രാഗൺ മാർട്ടിക്ക് പോയായിരുന്നു. പിന്നെ അവിടെ കുറച്ച് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഡ്രാഗൺ മാർട്ടി പോയി. പിന്നെ ഡ്രാഗൺ മാർട്ടി പോയപ്പോൾ അവിടെ സിൽമ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഞങ്ങൾ നേരെ പിന്നെ ടിക്കറ്റൊക്കെ ഫുള്ള് ബുക്ക് ആയിരുന്നു. ഞങ്ങൾ അൽ മജ്ലിസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ ഫുഡ് കഴിച്ചു. അതായത് കുറച്ച് ഫോട്ടോസാണ്, പിക്സാണ് ഞങ്ങൾ എടുത്തത്. എൻ്റെയും ഋതുവിൻ്റെ ഞങ്ങളുടെ മാച്ചിങ് ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.